ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. അപ്പോൾ നമ്മുടെ ഭൂമിയുടെയും അതുപോലെ തന്നെ നമ്മുടെ അജയുടെയും നല്ല നല്ല വിശേഷങ്ങളാണ് ഇനി വരുന്ന ഓരോ എപ്പിസോഡിലും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അച്യുതൻ നമ്മുടെ സത്യദാസിനെ കാണാനായിട്ട് പോവാണ്. കാരണം അച്യുതനെ സംബന്ധിച്ച് ഭയങ്കര ഒരു ടെൻഷനാണ്. തൻ്റെ മകൾ സ്വന്തം അച്ഛനിലോട്ട് അടുക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ അച്യുതനെ കുറേ ദിവസമായിട്ട് വല്ലാണ്ട് മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സത്യദാസിൻ്റെ വായിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സൂചനകൾ കിട്ടുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ക്യൂരിയോസിറ്റി, ആ ഒരു ഇതിന് വേണ്ടിയിട്ട് അച്യുതൻ പതുക്കെ സത്യദാസിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ സത്യ അവിടെ ചെല്ലുന്ന സമയം ഈ മകളും ഭാര്യയും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഇതെപ്പോഴും പുള്ളി ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അച്യുതനെ കണ്ടു. അപ്പോൾ അച്യുതനെ അവിടെ നിന്ന് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ സത്യയ്ക്ക് മനസ്സിലായി. കാരണം സൗഭാഗ്യപുരത്ത് പൂജാ സമയത്ത് ഒന്ന് വന്നു പോയപ്പോൾ ഭൂമിയുടെ അച്ഛനാണ് കണ്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ സത്യ ഒരു നിമിഷം ഇങ്ങനെ നോക്കിയിട്ട് സത്യ അച്യുതനെ കയറി വരാൻ പറഞ്ഞ് അങ്ങനെ കയറി വന്നു. അപ്പോൾ ഞാൻ ഭൂമിയുടെ അച്ഛനാണ്. അപ്പോൾ സത്യ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും താൻ ഒരു ഭാഗ്യമുള്ള ഒരു അച്ഛനാണ്. കാരണം ഇത്രയും നല്ലൊരു മകളെ തനിക്ക് കിട്ടിയത് അത് സംബന്ധിച്ച് നോക്കണമെങ്കിൽ താൻ നല്ല ഭാഗ്യവാനാണെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അച്യുതൻ പറഞ്ഞു, മോളെപ്പോഴും സാറിൻ്റെ കാര്യവും പിന്നെ മുത്തശ്ശിയുടെ കാര്യമൊക്കെ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഭാര്യയും മകളും ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നൊക്കെ പറയും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം മോളുടെ കടയിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് സത്യ പറഞ്ഞു, അതെ 10-22 വർഷത്തോളമായി തനിക്ക് തൻ്റെ ഭാര്യയും മകളെ നഷ്ടപ്പെട്ടിട്ട്. ആ ഒരു ഇതെനിക്കിപ്പോഴും മാറിയിട്ടില്ല. കുറേ നാളലഞ്ഞു, കുറേ കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്തിട്ടും എനിക്ക് യാതൊരു ഫലവും എനിക്കുണ്ടായില്ല. പക്ഷേ എനിക്കറിയാം എൻ്റെ ഭാര്യയും മകളും എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം എനിക്കറിയാം. അപ്പോഴേക്കും നമ്മുടെ അച്യുതൻ പറഞ്ഞു, അതേ സാറേ, സാറിൻ്റെ മകൾ ഏതെങ്കിലും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ സുരക്ഷിതയായിരിക്കും. അവരവളെ സ്നേഹിച്ച് നല്ല രീതിയിൽ വളർത്തിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു സമാധാനമല്ലേ. അത് നല്ല സമാധാനമാണ്. പക്ഷേ അച്യുതനൊന്ന് ആലോചിച്ച് നോക്കണം. 10-22 വർഷത്തോളം സ്വന്തം മകളെയും ഭാര്യയും നഷ്ടപ്പെട്ട് കാണാനില്ലാണ്ട് വരുന്ന ഒരു അച്ഛൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഒരു മകളെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ സ്വന്തം അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയല്ലേ വേണ്ടത്. അല്ലാണ്ട് ആ കുട്ടിയെ അവർ സ്നേഹിച്ച് വളർത്തിയത് കൊണ്ട് ഈ അച്ഛൻ്റെ അവസ്ഥ എന്താണെന്ന് അവർ ചിന്തിക്കാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എൻ്റെ മകളെ ഞാൻ പിടിച്ച് കെട്ടിയാണെങ്കിൽ ഞാൻ കൊണ്ടുവരും, അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ. അപ്പോൾ അച്യുതൻ്റെ മനസ്സിലൊരു വല്ലാത്ത നെടുവീർപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അച്യുതൻ ചോദിച്ചു, അല്ല സാറേ, ഒരു 10-22 വർഷമായില്ലേ, ഇനിയിപ്പോൾ ആ അച്ഛനമ്മയെ സ്നേഹിച്ച് വന്ന ആ കുട്ടി പിന്നെ സാറിനെ സ്നേഹിക്കാൻ പറ്റുമോ? എടോ, എൻ്റെ മകൾ എവിടെയാണെന്നൊന്ന് കണ്ടു കിട്ടിയാൽ മാത്രം മതി. പിന്നെ അവളുടെ മനസ്സിൽ പോലും അവരുണ്ടാവില്ല, ആ അച്ഛനും അമ്മയും. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാമെന്ന് സത്യ പറയണം കേട്ടോ. ഇതൊക്കെ കേട്ടപ്പം വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ അച്യുതന് കേട്ടോ. എന്ത് ചെയ്യും? ഇനി എങ്ങാനും ഈ സാറ് എൻ്റെ മകളെ കണ്ടെത്തി എന്നിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ അംബികയിൽ നിന്നോ നമ്മുടെ ഭൂമിയെ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ടെൻഷനാണ് അച്യുതന്. പക്ഷേ അച്യുതൻ അതൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് പതുക്കെ അച്യുതൻ ആ റൂമിലിരിക്കുന്ന കുറേ ഫോട്ടോസൊക്കെ നോക്കിയാണ്. അവരുടെ ഫാമിലി ഫോട്ടോ, ഭാര്യയുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ ഭൂമിയുടെ 1-2 ഫോട്ടോകൾ, ഭൂമിയെ കയ്യിൽ കിട്ടിയപ്പോൾ ഉള്ള ആ ഫോട്ടോ. അതിലൊരു ഫോട്ടോ ഭൂമിനെ ആദ്യമായിട്ട് അച്യുതൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള ആ ഡ്രസ്സൊക്കെ ഇട്ട ഫോട്ടോയാണ് കേട്ടോ. ആ ഡ്രസ്സ് ഇന്നും നമ്മുടെ അച്യുതൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടും അച്യുതന് വല്ലാത്തൊരു ടെൻഷനാണ്. കാരണം സത്യയുടെ ഉള്ളിൽ ഒരുതരം വല്ലാത്ത മദ്യപിച്ചൊക്കെ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇമോഷനും കാര്യങ്ങളും ആ ഒരു ഫീലിങ്സൊക്കെയാണ് കണ്ടുവന്നത്. അപ്പോൾ അതൊരു വല്ലാത്ത ഒരു ദേഷ്യവും അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു. അപ്പോഴേക്ക് അച്യുതൻ പറഞ്ഞു, എൻ്റെ മകൾ ഇങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്ന് സാറിനെ കാണണമെന്ന് തോന്നി, സാറിനെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വന്നതാണ്. സാറ് സമാധാനമായിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് സാറിൻ്റെ മകളെ സാറിന് പെട്ടെന്ന് എന്നെ കണ്ടു കിട്ടട്ടെ എന്നിങ്ങനെ സത്യം പറയണം. കണ്ടു കിട്ടുമോ? കാരണം എൻ്റെ അനന്തരവൻ ഇപ്പോൾ അജയ് CA ആയിട്ട് ചാർജ് എടുത്തിട്ടുണ്ട്. അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും എൻ്റെ ഭാര്യയും എൻ്റെ മകളെയും എൻ്റെ അഭിരാമീനെയും
അഭിരാമിയായ എൻ്റെ മകളെ അവളെ എനിക്ക് കൊണ്ടുതരും, അവൻ കൊണ്ടുതരുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടോ. ഇതും കൂടെ കേട്ടപ്പോൾ അച്യുതൻ്റെ ഫുൾ റിലേയും പോവാണ്. കാരണം സത്യദാസിന് അത്രത്തോളം ആ ഒരു ആത്മവിശ്വാസമാണ് ആ കാര്യത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എത്ര ഇതാണെങ്കിലും ഇപ്പോൾ സി എ ആണെങ്കിലും അജയ് ആണെങ്കിലും അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അജയ് ഒരു കേസ് എടുത്താൽ അത് തെളിയിച്ചിരിക്കും. അതാണ് അജയിനെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി നമ്മുടെ അച്യുതൻ വീട്ടിലോട്ട് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് അച്യുതൻ നമ്മുടെ അംബികയുടെ മുഖത്തോട്ട് നോക്കുകയാണ്. അപ്പോൾ അംബിക നോക്കിയപ്പോൾ അച്യുതൻ്റെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു. എന്തു പറ്റി അച്യുവേട്ടാ, മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ? ഞാനിന്ന് സത്യദാസ് സാറിനെ കാണാനായി പോയിരുന്നു. എനിക്കും വല്ലാത്തൊരു പ്രയാസം തോന്നുന്നു അംബികയെ. നമ്മുടെ മകളെ അയാൾ കൊണ്ടുപോകുമോ എന്നുള്ള ടെൻഷൻ. അപ്പോഴേക്കും അംബിക ഒരൊറ്റ കരച്ചിലാണ്. എന്താണ് അച്ചുവേട്ട ഈ പറയണത്? നമ്മുടെ മകളില്ലാത്തൊരു ജീവിതമോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ജീവിതം വേണ്ട. അച്യുതൻ പറഞ്ഞു, നീ സമാധാനപ്പെട്. എൻ്റെ ജീവൻ പോണവരെ ഞാൻ എൻ്റെ മോളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവളെ ഞാൻ സുരക്ഷിതയാക്കി ഞാൻ വെക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലോട്ട് പോകാം. ഇവിടെ നമുക്ക് മോക്കൊന്നും സുരക്ഷിതമല്ല എന്നുള്ള ഒരു വല്ലാത്ത ഒരു മെൻ്റലി പുള്ളി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആവണം കേട്ടോ. അംബികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം അച്യുതൻ്റെ ശാരീരിക നില അത്ര നല്ല രീതിയിലൊന്നും അല്ല. അതിൻ്റെ ഇടയിൽ ഈ ഓവറായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ അവരെ വല്ലാണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം? തൻ്റെ മകളെ തങ്ങൾക്ക് നഷ്ടപ്പെടുമോ? പല വിചാരങ്ങളും അവരെ വല്ലാണ്ട് അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതേ സമയം നമ്മുടെ സൗഭാഗ്യപുരം കാണിക്കുകയാണ്. എൻഗേജ്മെൻറ്റിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ മുത്തശ്ശി തകൃതിയായിട്ട് നടത്തുകയാണ്. അപ്പം നമ്മുടെ അഞ്ജനെ വിളിച്ചിട്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല നിശ്ചയത്തിന് ഇനി എൻ്റെ മോക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ മറ്റുമൊക്കെ ഉണ്ടോ? എൻ്റെ മുത്തശ്ശി എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെയാണ് എനിക്ക് അഭിപ്രായം, അല്ലാണ്ട് വേറെ ഒന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങ് മുത്തശ്ശീനെ പുന്നാരിച്ച് അങ്ങോട്ട് കയ്യിലെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അഞ്ജന നേരെ അജയിൻ്റെ അടുത്ത് പോകണം കേട്ടോ. അപ്പോൾ അജയ് പോകാനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അജയുടെ അടുത്ത് നിന്നിട്ട് പറയും, അതെ നീ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണോ? അപ്പോൾ ചോദിച്ചു, എന്ത്? അല്ല ഭൂമിയായിട്ടുള്ള കേസ്, അത് നീ വിട്ടില്ലേ? എനിക്കൊരു സത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഒന്നും എനിക്കില്ല എന്ന് അജയ് പറഞ്ഞിട്ട് പറഞ്ഞു. അതെ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല. പിന്നെ നീ എന്താണ് മനസ്സിൽ കണ്ടേക്കണേന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് അജയ് പറയാണ്. അപ്പോൾ പറയും, ദേ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ നിശ്ചയത്തിന് ആ ഭൂമിനെ വിളിച്ചേക്കരുതെന്ന് പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ? ഭൂമിനെ ഞാൻ വിളിക്കുക മാത്രമല്ല, അവളെ ഇവിടെ വന്നിട്ട് നിൻ്റെ കയ്യിൽ അണിയാൻ വെച്ചിരിക്കുന്ന മോതിരം ഞാൻ എൻ്റെ ഭൂമിയുടെ കൈകളിൽ ഇട്ട് കൊടുക്കുമെന്നും പറഞ്ഞു. ഇതും കൂടെ കേട്ടപ്പോൾ അഞ്ജനയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. എവൻ്റെ ഒരു തരം മനുഷ്യനെ കൊല്ലുന്ന കണക്കുള്ള വർത്തമാനം. എന്നിട്ട് അജയ് അങ്ങ് പോകാൻ കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ മുത്തശ്ശി നമ്മുടെ ഭൂമിയെ വിളിക്കുകയാണ്. അതായത് നിശ്ചയത്തിന് വേണ്ടുന്ന കുറച്ച് അധികം പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കാനായിട്ടാണ്. അപ്പോൾ ഭൂമിയുടെ അടുത്തൊന്ന് വരാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഫോണിൽ ഇങ്ങനെ മുത്തശ്ശിയും ഭൂമിയും സംസാരിക്കുന്ന കാര്യമൊക്കെ നമ്മുടെ ഭവാനി മാറി നിന്ന് കേൾക്കുകയാണ്. ഭവാനി മനസ്സിൽ ഓർക്കുകയാണ്, എടാ സത്യ നിൻ്റെ മകൾ ജീവനോടെ ഉണ്ട്, പക്ഷേ ഞാൻ ഒരിക്കലും അവളെ ജീവനോടെ നിൻ്റെ കൈകളിൽ ഞാൻ എത്തിക്കില്ല. അതിന് എന്ത് മാർഗം ശ്രമിച്ചിട്ടാണെങ്കിലും ശരി. അങ്ങനെ ഭവാനി നമ്മുടെ ഭൂമിയെ എങ്ങനെ ഇതാക്കി എടുക്കാം എന്നുള്ളതൊക്കെ പല ആലോചനകളിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇനിയിപ്പോൾ അച്യുതൻ എത്രയും പെട്ടെന്ന് അച്യുതന് ഭൂമിനെയും അംബികേനെയും കൊണ്ട് അവരെ പഴയ നാട്ടിലോട്ട് തന്നെ പോകാനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇനിയിപ്പോൾ ഒരിക്കലും ഭൂമിക്ക് ഇനിയിപ്പോൾ ഇവർ തിരിച്ചറിവ്, അതായത് ഭവാനിയും ആ കമാലെന്ന് പറഞ്ഞ ഗുണ്ടയെല്ലാവരും എല്ലാം ഫോളോ ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഇനിയിപ്പോൾ ഇവർക്കൊരു ഇത് ഉണ്ടാവത്തില്ല. കാരണം വെച്ചാൽ തിരിച്ചു വരവ് വലിയ പാടായിരിക്കും. കാരണം വെച്ചാൽ ഇവരെ ഫോളോ ചെയ്ത് എന്തായാലും കൊല്ലാനുള്ള കാര്യങ്ങൾ ചെയ്യും. കാരണം ഇല്ലെങ്കിൽ ഭവാനിക്ക് ഒരു നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭവാനി മാക്സിമം കളിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അജയ് ഭൂമിയെയും അതായത് നമ്മുടെ അഭിരാമിയുടെ അമ്മയും കണ്ടെത്താനുള്ള എല്ലാ പഴുതുകളും നോക്കി പാത്ത് പോകുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി വരുന്ന നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ പുതിയ വിശേഷങ്ങൾക്കായിട്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കണം കേട്ടോ.
കേട്ടോ. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യമുണ്ട്, എന്താണ് ബോറാവുമെന്ന് എനിക്കറിയാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും കൂടെ മറക്കണ്ട. പിന്നീടല്ലോ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കോട്ടെ. അതായത് നമ്മുടെ ഇതേ ചാനലിൽ തന്നെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ പ്രൊമോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇവർ വിവാഹിതരായാൽ പരമ്പരയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.